ഈ വഴിയരികിൽ. റൈറ്റർ ഇരുട്ടിൻ്റെ കൂട്ടുകാരി. ഭാഗം 6. അവളെ വീട്ടിലിറക്കി കൊടുത്തു പോരാൻ നേരം നാളെ മുതൽ സെന്ററിൽ കാണണം എന്നൊരു താക്കീത് കൊടുക്കാനും അവൻ മറന്നില്ല. അവൾ ആർക്കും മുഖം കൊടുക്കാതെ അകത്തേക്ക് ഓടിപ്പോകുന്നത് ഒരു വേദനയോടെ നോക്കിക്കൊണ്ട് ശ്രീ വണ്ടിയെടുത്തു. വീട്ടിലേക്കുള്ള യാത്രയിൽ അവൻ ഓർക്കുകയായിരുന്നു ആ പൂച്ചക്കുഞ്ഞിനോടുള്ള അവൻ്റെ ഇഷ്ടം. ആരോരുമറിയാതെ 3 വർഷമായി ഉള്ളിൽ കൊണ്ടു നടന്ന വേദൂസിനോടുള്ള പ്രണയം. വിനുവിൻ്റെ കൂടെ വല്ലപ്പോഴും അവളെ കാണാറുണ്ടായിരുന്നു. പിന്നെ എല്ലായ്പ്പോഴും കാണാൻ തുടങ്ങി. അന്നൊക്കെ അവൾ തനിക്കുമൊരു സഹോദരിയെന്ന് മാത്രം തോന്നുന്ന ബന്ധമായിരുന്നു. പോകെ അവളോടടുത്തപ്പോൾ അവളുടെ കുറുമ്പും കുസൃതിയും നന്നായി ആസ്വദിക്കാൻ തുടങ്ങി. അവളും ഒരു ഏട്ടനോടെന്ന പോലെ പെരുമാറാൻ തുടങ്ങിയിരുന്നു. വിനുവിനോട് കാണിക്കുന്ന അതേ വാശി തന്നോടും അവൾ കാണിച്ചു. അതൊക്കെ തനിക്കും ഇഷ്ടമായിരുന്നു. പിന്നെ എന്നാണ് അവളോടുള്ള എൻ്റെ സമീപനത്തിന് മാറ്റം വന്നതെന്ന് ചോദിച്ചാൽ, അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അവൾക്കന്ന് 12 വയസ്സ്, തനിക്കും വിനുവിനും 18 വയസ്സ്. ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴാണ് പെട്ടെന്നവൾ കരയാൻ തുടങ്ങിയത്. വയറുവേദനയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന അവളെ കണ്ടപ്പോൾ സങ്കടം തോന്നി. അവളുടെ അമ്മ വന്ന് അവളെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവളെ കണ്ടില്ല. കാണാത്ത ഓരോ നിമിഷവും വല്ലാത്ത അസ്വസ്ഥത തോന്നി. അപ്പോഴും ആ അസ്വസ്ഥതയ്ക്ക് ഇഷ്ടമെന്നൊരർത്ഥമുണ്ടോ എന്നറിയില്ല. വീട്ടിലെന്തൊക്കെയോ തിരക്കും പരിപാടിയുമാണെന്ന് മാത്രം വിനു പറഞ്ഞു. ചില സംശയങ്ങളുണ്ടായിരുന്നു. അത് അവൻ പറഞ്ഞതുകൂടെ കേട്ടതോടെ ഉറപ്പായി. പിന്നെ അവളെ കണ്ടത് 8 ദിവസങ്ങൾക്കപ്പുറമാണ്. അന്നാണ് അവളെനിക്ക് ആരെല്ലാമോ ആണെന്ന് തോന്നിയത്. മുഖത്തും കഴുത്തിലും കൈകളിലുമൊക്കെ മഞ്ഞൾ തേച്ച് കുടിച്ചതിൻ്റെ പാടുകൾ അവശേഷിച്ചിരുന്നു. ഒന്നുകൂടെ വെളുത്തു തുടുത്തിരിക്കുന്നു പെണ്ണ്. കണ്ണെടുക്കാൻ തോന്നിയില്ല. പിന്നെ അങ്ങോട്ട് അവളുടെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ. ഊണിലും ഉറക്കത്തിലും എല്ലാം അവളുടെ മുഖം. പക്ഷേ വിനുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ താൻ നിസ്സഹായനാവും. കാരണം അവളെക്കാൾ ഒരു പടി മുൻതൂക്കം തൻ്റെ മനസ്സിലെന്നും അവനായിരുന്നു. അവൻ്റെ പെങ്ങളെ താൻ തന്നെ സ്നേഹിച്ചു എന്നോർത്ത് ഉരുകാത്ത ഒരു ദിവസം പോലും ഉണ്ടായില്ല പിന്നെ എൻ്റെ ജീവിതത്തിൽ. എല്ലാം മറക്കാൻ ശ്രമിച്ചു ആകും വിധം. അവളെ കാണുമ്പോൾ പേരറിയാത്ത ഒരു നൊമ്പരം മനസ്സിൽ തികട്ടി വരും. അവളും തന്നെ ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞതു മുതൽ അതുകൂടി. അങ്ങനെ 3 വർഷം പോയി. അവൾ 10ലായപ്പോൾ വിനു ആണ് ട്യൂഷൻ സെൻ്ററിൽ അവളെയും വിട്ടോട്ടെ എന്ന് ചോദിച്ചത്. സന്തോഷം തോന്നി. ഒന്നുമില്ലേലും കാണാലോ എന്ന് കരുതി. പക്ഷേ പെണ്ണ് ഉൾവലിഞ്ഞു പോയിരുന്നു ഒരുപാട്. എങ്കിലും അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും തന്നോടുള്ള പ്രണയത്തെ മാത്രം കണ്ടു, ഒരു മാറ്റവുമില്ലാതെ. വിനുവിന് അവളിൽ പ്രതീക്ഷ ഒരുപാടുണ്ടായിരുന്നു. അത് ഞാൻ കാരണം ഇല്ലാതാകുമോ എന്ന ഭയം എന്നിൽ നിറഞ്ഞു. അതോടെ അവളെ ഫേസ് ചെയ്യാൻ പറ്റാതായി. പക്ഷേ അതവളെ കൂടെ തളർത്തിയെന്ന് മനസ്സിലായി. അങ്ങനെയാണ് വേദനയോടെയാണെങ്കിലും അവളോട് ദേഷ്യം കാണിച്ചു തുടങ്ങിയത്. കാണുമ്പോഴൊക്കെ ദേഷ്യപ്പെട്ടു, കുറ്റപ്പെടുത്തി. അതെല്ലാം അവളുടെ ഉള്ളിലെ വാശിയായി എന്നറിഞ്ഞ് സന്തോഷിച്ചു. അവളുടെ കണ്ണുനീർ ഉള്ളുപൊള്ളിച്ചു. പക്ഷേ അവളുടെ മുന്നിൽ വീണുപോകാതെ പിടിച്ചു നിന്നു. റിസൾട്ട് നോക്കാൻ സെൻ്ററിൽ അവളെ പ്രതീക്ഷിച്ചിരുന്നു. നല്ല മാർക്കുണ്ടാകുമെന്നറിയാം. എന്നാലും അവളുടെ സന്തോഷമൊന്ന് കാണാൻ വല്ലാതെ കൊതിച്ചിരുന്നു താനും. അവളെ കാണാതായപ്പോൾ വിഷമം തോന്നി. എല്ലാവരുടെയും റിസൾട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വൈകി. മനപ്പാഠമായിരുന്ന അവളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് വേദുവിൻ്റെ റിസൾട്ടും നോക്കി. സന്തോഷം കൊണ്ട് മനസ്സ് വെമ്പിപ്പോയി. അവളെ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ പറ്റിയില്ല. വീട്ടിൽ വന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവളെ കാണാതെ ഉറക്കം കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ വണ്ടിയെടുത്ത് ഉന്തിത്തള്ളി പുറത്തിറങ്ങി ഒറ്റ പോക്കായിരുന്നു. അടുത്തുള്ള കവലയിൽ വണ്ടി വെച്ച് പതുക്കെ നടന്ന് അവളുടെ മുറിക്കരികിലെത്തി. ജനൽപ്പൊളി നീക്കി പതിയെ നോക്കിയപ്പോൾ കണ്ടു കമിഴ്ന്നു കിടന്നു കരയുന്ന തൻ്റെ പ്രാണനെ. കരഞ്ഞ് കണ്ണൊക്കെ വീർത്ത് മുടിയൊക്കെ പാറിപ്പറന്ന് വല്ലാതെ വേദന തോന്നി. അവളുടെ കണ്ണുകൾ നിറയുന്തോറും നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ടു. ആ ചുവരുകൾക്കുള്ളിൽ കിടന്ന് അവൾ കണ്ണീർ പൊഴിച്ചപ്പോൾ പുറത്ത് ചുവരിൽ ചാരി നിന്ന് അവൾക്ക് കൂട്ടായി താനും നിന്നു. ഒടുവിൽ അവൾ ഉറങ്ങിയെന്ന് തോന്നും വരെ അവിടെ നിന്നു. പുലർച്ചെയായി വീട്ടിലെത്തിയപ്പോൾ. വന്നു കിടന്നിട്ടും ഉറക്കം കിട്ടിയില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ച് എണീറ്റ് ഓടുകയായിരുന്നു അവളുടെ അടുത്തേക്ക്. കൺനിറയെ കണ്ടു അവളെ.
പിന്നെയാണ് സമാധാനമായത്. സെന്ററിലെ ആഘോഷത്തിന് ക്ഷണിക്കാൻ വന്നതാണെന്ന് കരുതി കാണും. കോലമൊന്ന് കാണണം. കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നിപ്പോയി. അത്രയ്ക്ക് ക്യൂട്ടായിരുന്നു കാണാൻ. സെന്ററിലെത്തിയപ്പോൾ അവളെയാണ് കണ്ണുകൾ തിരഞ്ഞത്. അപ്പോഴുണ്ട് ഒരു മൂലയിൽ നിന്ന് തന്നെ നോക്കി നിൽക്കുന്നു. അതോടെ ഞാൻ വേഗം കണ്ണുകൾ പിൻവലിച്ചു. ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കുമാണ് ചിത്തുവിൻ്റെ എൻട്രി. അവൾക്കറിയാം വേദുവിനോടുള്ള തൻ്റെ ഇഷ്ടവും കൂടെ വിനുവിനോടുള്ള ചങ്ങാത്തവും. താൻ പറഞ്ഞറിഞ്ഞ് അവൾക്കിഷ്ടമാണ് വേദുവിനെ. അതുകൊണ്ടാണ് ഒന്ന് ദേഷ്യം പിടിപ്പിച്ച് കളിപ്പിക്കാൻ അവൾ ശ്രമിച്ചത്. എന്നാൽ വേദു ഇറങ്ങിപ്പോകുമെന്ന് ഞങ്ങൾ രണ്ടുപേരും കരുതിയില്ല. ചിത്തുവിനും ഒരുപാട് വിഷമമായി. കുറേ മാപ്പൊക്കെ പറഞ്ഞു. അവിടെ പരിപാടിയിൽ നിൽക്കുമ്പോഴും ഉള്ളു മുഴുവൻ നിറഞ്ഞ കണ്ണുകളുമായി ഇറങ്ങിപ്പോകുന്ന വേദു ആയിരുന്നു. ആദ്യമായി അവളെക്കുറിച്ചോർത്ത് പേടി തോന്നി. എന്തെങ്കിലും അവിവേകം കാണിച്ചു കളയുമോ എന്നുവരെ ചിന്തിച്ചു. അത്രയ്ക്കും വേദനിപ്പിച്ചു ഞാൻ എൻ്റെ പെണ്ണിനെ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവളുടെ പുറകെ വീട് വരെ പോയി. അവൾ കാണാതെ തന്നെ. അവൾ വീട്ടിലേക്ക് കയറിയ ശേഷമാണ് തിരിച്ചു പോന്നത്. പിന്നെ അവളെ സെന്ററിലേക്കും കാണാതായി. താൻ നൽകിയ വേദന അത്രയ്ക്കുമുണ്ടായിരുന്നു അവളുടെ മനസ്സിൽ. ഒന്നിനും ഒരു ഉന്മേഷമില്ലാത്ത കുറേ ദിവസങ്ങൾ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് കരുതി തന്നെയാണ് ഇന്ന് അവളെ കാണാനിറങ്ങി തിരിച്ചത്. ദൂരെ നിന്ന് തന്നെ കണ്ടു അവളെ. ഒരുപാട് ക്ഷീണിച്ചു. കണ്ണിനു ചുറ്റും കറുപ്പ് പടർന്നിരിക്കുന്നു. ഒടുവിൽ എല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരുത്തരം നൽകാനാവാതെ താൻ തളർന്നുപോയി. പിടിച്ചു നിൽക്കാൻ പറ്റാതെയായപ്പോൾ പോകാമെന്ന് പറഞ്ഞു നടന്നു. വീട്ടിലാക്കി കൊടുത്തപ്പോഴും അറിയില്ല ഉള്ളിലെ വികാരം എന്താണെന്ന്. ഒരു ചിരിയോടെ അവളെക്കുറിച്ചോർക്കെ പതിയെ അവൻ്റെ ചിരി മാഞ്ഞുപോയി. ഇല്ല പെണ്ണെ, എനിക്ക് നിൻ്റെ ഭാവിയാണ് വലുത്. ഇപ്പം ഞാനൊരു യെസ് പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ പറ്റും. പക്ഷേ പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ വേണ്ടായിരുന്നു എന്ന് നിനക്ക് തോന്നിയാൽ പിന്നെ നിൻ്റെ ഈ ശ്രീ ഇല്ല വേദോസേ. കാത്തിരിക്കും ഞാൻ. പഠിത്തം കഴിഞ്ഞ് എൻ്റെ ഭാവി സുരക്ഷിതമായി എന്ന് എനിക്ക് തോന്നുന്ന അന്ന് ഞാൻ വരും. എല്ലാവരുടെയും സമ്മതത്തോടെ എൻ്റെ പെണ്ണായി പോരുന്നോ എന്ന് ചോദിച്ച് എൻ്റെ കൂടെ കൂട്ടാൻ. അതുവരെ ഈ ഇഷ്ടം ഉള്ളിൽ കൊണ്ട് നടന്നോളാം ഞാൻ. ഒപ്പം മറ്റാരും അറിയാതെ പരസ്പരം പറയാതെ പ്രണയിച്ച് കാത്തിരിക്കാം നമുക്ക്. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.